അലിമങ്കടാണ്. ഞാനുള്ളത് അമ്പലപ്പാറ, വേങ്ങശ്ശേരി, തടുക്കാശ്ശേരി, പിന്നെ കണ്ണങ്കോട് പാലത്തിന് തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ നല്ലൊരു അടിപൊളി പ്ലോട്ട് ഉണ്ട്. ഈ പാലത്തിന് ചാരി ഉള്ള ഒരു പ്ലോട്ടാണ്. പുഴയോട് ചേർന്നുള്ള ഈ ഒരു 2 ഏക്കറയും 83 സെൻറ്റ് സ്ഥലമാണ് കേട്ടുള്ളത്. അതിൽ പുറമെ അതിൽ പെടാത്ത കുറച്ച് ഭാഗങ്ങൾ കൂടി ഉണ്ട്. പക്ഷേ രേഖയിൽ 2 ഏക്കറയും 83 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. പിന്നെ അത്യാവശ്യം നല്ല നിരന്ന ഈ ഒരു ഭാഗം ഫുള്ള് റബ്ബറാണ് കേട്ടോ. റബ്ബർ എന്ന് പറഞ്ഞാൽ ഒരു ഇടത്തരം റബ്ബർ, ഇടത്തരം പിന്നെ വലിപ്പമുള്ള റബ്ബറാണ്. അപ്പോൾ വലിയ പ്രായമായ റബ്ബറല്ല. അതേപോലെ തന്നെ പിന്നെ ഇതിനകത്തൊരു ഷെഡുണ്ട്. നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ സാധനങ്ങളൊക്കെ ഇടാനും റബ്ബർ വെട്ടിയതിന് ശേഷം അതിൻ്റെ ഇത് ഇടാനും. പിന്നെ ഞാൻ പറഞ്ഞത് ഇതിൽ പെടാത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു പാറ ഭാഗമാണ്. അത് രേഖയിലില്ലാത്തതാണ്, പക്ഷെ ഇത് ഇതിൽ പെട്ട തന്നെയാണ് കേട്ടോ. നിലവിൽ പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ കുമാർജി ഒന്ന് ഈ ഭാഗത്തേക്കോട്ട് തന്നെ തിരിക്കും. അത്യാവശ്യം നല്ല ഒരു ഫാം ഒക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഫാമിനൊക്കെ പറ്റുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. ചില ആളുകൾക്ക് ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടിയുണ്ട്. കാരണം വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ കോഴി ഫാമോ പോത്ത് ഫാമോ ഇനി അങ്ങനെ എന്ത് ഫാമോ അതിനും പറ്റും കേട്ടോ. ഇതാണ് അമ്പലപ്പാറ ടൗൺ. ഈ അമ്പലപ്പാറ ടൗണിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ പോകണം കേട്ടോ. അവിടുന്ന് അമ്പലപ്പാറ ടൗണിൽ നിന്ന് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് റോഡിന് കേട്ടോ, ലെഫ്റ്റ് സൈഡ് റോഡിന് നേരെ കയറി കഴിഞ്ഞാൽ ഇത് പിന്നെ പോകുന്നത് പത്തിരിപ്പാല പാലക്കാട് റോഡാണ് കേട്ടോ. ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ വരുമ്പോൾ വേങ്ങശ്ശേരി എന്ന് പറയും. വേങ്ങശ്ശേരി സ്കൂളിൻ്റെ വേങ്ങശ്ശേരി ടൗണാണ് ഈ കാണുന്നത് കേട്ടോ. വേങ്ങശ്ശേരി ടൗണിൽ നിന്ന് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആണ് ഏകദേശം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന ബസ് നിർത്തിയ ഭാഗമാണ് PKM UP സ്കൂൾ കേട്ടോ. ആ UP സ്കൂളിന് ചാരി നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് കേട്ടോ ഈ ഓട്ടോറിക്ഷകളൊക്കെ നിർത്തിയിടുന്ന ഒരു ഭാഗമുണ്ട്. അവിടുന്ന് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ റോഡിന് പോയി കഴിഞ്ഞാൽ ഏകദേശം 500 മീറ്റർ കേട്ടോ. അപ്പോൾ ഈ റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലോട്ടിലെത്തുന്നത്. അലിമങ്കടാണ്. ഞാനുള്ളത് അമ്പലപ്പാറ, വേങ്ങശ്ശേരി, തടുക്കാശ്ശേരി, പിന്നെ കണ്ണങ്കോട് പാലത്തിന് തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ നല്ലൊരു അടിപൊളി പ്ലോട്ട് ഉണ്ട്. ഈ പാലത്തിന് ചാരി ഉള്ള ഒരു പ്ലോട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിന് തൊട്ടടുത്തുള്ള ആ ഒരു പ്ലോട്ട് 2 ഏക്കറയും 83 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഈ പുഴക്ക് ചാരി അവർക്കൊരു പിന്നെ 3/4 സെൻറ്റ് സ്ഥലവും അതിനകത്ത് ഒരു മെഷീൻ പേരയുണ്ട്. ഓക്കെ, മോട്ടോർ പേരയുണ്ട്. പക്ഷേ മെഷീൻ പേര എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും മോട്ടോർ പേര. അപ്പോൾ കുമാർജി ഒന്നും കൂടി ഓപ്പോസിറ്റ് തിരിക്കും. ഈ കാണുന്ന കഴുങ്ങും തെങ്ങും അതേപോലെ തന്നെ റബ്ബറും മിക്സ് ആയിട്ടുള്ള ഈ ഒരു പാലത്തിനോട് ചേർന്ന്, കാരണം വെള്ളത്തിനോ കാര്യത്തിനോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല ഫാം ആവശ്യങ്ങൾക്കും. ഇതാണ് അതിൻ്റെ ഈ പുഴ തന്നെയാണ് ശരിക്കും ഇതിൻ്റെ അതിരാട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ലഭ്യമുള്ള ഫാം ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ വീട് വെക്കാനൊക്കെ പറ്റുന്ന തൊട്ടടുത്ത് വീടുകളും കാര്യങ്ങളും കേട്ടോ. കുമാരേട്ടാണ് ഓപ്പോസിറ്റ് ഒന്ന് തിരിച്ച് ഇതാ ഈ പാലത്തിന് ചാരി ഇതാ ഇവിടെ വീടും ഉണ്ട് കേട്ടോ. അപ്പോൾ വീടുകളൊക്കെ ഉള്ള ഈ ഒരു ഏരിയയിൽ നിങ്ങൾ സ്ഥലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. കാരണം പാർട്ടി ചോദിക്കുന്നത് ഈ ഒരു പ്ലോട്ടിന് 28,000 രൂപയാണ്. ഈ കാണുന്ന പാലത്തിന് തൊട്ട് ചാരിയുള്ള കഴുങ്ങ്, തെങ്ങ്, റബ്ബർ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഈ ഒരു പ്ലോട്ട് അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഈ ഒരു പ്ലോട്ട് ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. ഇതിൻ്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു പ്ലോട്ടും വിശദമായി നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് പ്ലോട്ട് കേട്ടോ. പ്ലോട്ട് ഒന്ന് തിരിച്ചേ കുമാർജി, ഇതാണ് പ്ലോട്ട്. ഓക്കെ, അവിടെ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ തിരിച്ചു. അതാണ് വേങ്ങശ്ശേരി ഭാഗത്തു നിന്ന് വരുന്ന സ്കൂളിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡ് കേട്ടോ. ആ റോഡിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ 600 മീറ്റർ മാത്രം കേട്ടോ. ഇതാണ് കടുക്കാശ്ശേരി പാലം കേട്ടോ. ആ പാലത്തിൻ്റെയും ഇതിൻ്റെയും ഇടയിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ വേങ്ങശ്ശേരി ഭാഗത്തു നിന്ന് വരുമ്പോൾ ആ റോഡുമെന്ന് നേരെ നമ്മളെ പ്ലോട്ടിലേക്ക് ഇറങ്ങുന്ന ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് പിന്നെ കഴുങ്ങുള്ള ഭാഗമാണ് കേട്ടോ. കഴുങ്ങ് ഏകദേശം ഒരു 350 കഴുങ്ങിന് മുകളിലുണ്ട് കേട്ടോ. കുമാർജി ആ കഴുങ്ങുള്ള ഭാഗങ്ങൾ മൊത്തം ഒന്ന് കാണിച്ചതാ. ഒരു മീഡിയം പിന്നെ ഇതിലുള്ള കവുങ്ങുണ്ട്, കുറച്ച് വലിയ കവുങ്ങുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് തിരിച്ച കുമാർജി ആ ഒരു നീളം ഇങ്ങനെ പോവാണ് കേട്ടോ കവുങ്ങ്. അതിനോടൊപ്പം പിന്നെ റബ്ബറും ആ റബ്ബർ ഭാഗം ഒന്ന് കാണിക്കും. ഏകദേശം ഒരു 400-ന് താഴത്ത് റബ്ബറുണ്ട്. അതേപോലെ തന്നെ നല്ല തെങ്ങുകളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കായ്ക്കുന്ന തെങ്ങുകളും ഉണ്ട് കേട്ടോ. ഒരു 25ഓളം തെങ്ങുകളുണ്ട്. മൊത്തത്തിൽ കലർന്നാണ് കേട്ടോ. അപ്പം ഒരു കൃഷി ആവശ്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക്, ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് നിലവിൽ ഇതിനകത്ത് വരുമാനമുണ്ട്. റബ്ബർ വെട്ടുന്ന റബ്ബറാണ്.
അതേപോലെ തന്നെ കഴുങ്ങ് അത്യാവശ്യം അടക്കമുള്ള കഴുങ്ങുകളാണ്. ഓക്കെ. പിന്നെ നോട്ടക്കുറവിൻ്റെ ഒരു കുറവ് ഇതിനകത്തുണ്ട്. കാരണം വെച്ചാൽ ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിൻ്റെ വാപ്പയായിരുന്നു. അപ്പോൾ വാപ്പ മരണപ്പെട്ടതിന് ശേഷം ഇവർക്ക് കൈകാര്യം ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് മാത്രം മൂപ്പര് പുറത്തുമാണ്. അപ്പോൾ അല്ലാത്ത ഒരു പ്രശ്നങ്ങളോ ഇതൊന്നുമില്ല. പിന്നെ നേരെ തൊട്ട് ചാരിയാണ് പുഴ ഉള്ളത്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിലൊന്നും പാമ്പ് കാര്യം അതേപോലെ തന്നെ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ പറ്റുന്ന ഒരു കുടുംബം സുഖസുന്ദരമായി ജീവിച്ചു പോകാനുള്ള ഒരു വരുമാനം ഇതിന് കിട്ടും. ആക്ഷൻ. നമ്മൾ ഈ പ്ലോട്ടിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടുള്ളത് കേട്ടോ. കുമാർജി രണ്ട് സൈഡിലും മൊത്തത്തിൽ ഒന്ന് ക്യാമറ തിരിക്കി മൊത്തത്തിൽ പ്ലോട്ട് കാണട്ടെ. അതേപോലെ തന്നെ ഈ പ്ലോട്ടിൽ പ്രത്യേകം പറയാനുള്ളത് വെള്ളത്തിന് ഒരു കാലത്തും ബുദ്ധിമുട്ടില്ല. ഫാം ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ പിന്നെ കൃഷി ആവശ്യങ്ങൾക്കോ വീട് ആവശ്യത്തിനൊക്കെ സ്ഥലം എടുക്കുന്നവർക്ക് വെള്ളത്തിൻ്റെ ഇനിയിപ്പോൾ പ്ലോട്ടാക്കി മുറിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ പറ്റും വീട് ആവശ്യങ്ങൾക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ ഫാം ആവശ്യത്തിന് പറ്റും. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഇതിന് തൊട്ട് ചാരി വരുന്ന ഈ ഒരു പുഴ കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നാണ് വെള്ളം ഇതുകൾ. പിന്നെ മറ്റൊന്ന് ഇതിനകത്ത് പറയാനുള്ളത് വെള്ളം, വെളിച്ചം, കറണ്ട് ഇതൊക്കെ ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പമ്പ് സെറ്റ് സൗകര്യം ഉണ്ട് ഇതിലേക്ക് വെള്ളത്തിന് ആവശ്യത്തിന്. ആ സൗകര്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പമ്പ് ഹൗസ്, ഒരു വെള്ളം അടിക്കുന്ന ഒരു മോട്ടോർ പേര, മെഷീൻ പേര വേറെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു കൃഷി ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്കൊക്കെ, കാരണം ചെറിയ പൈസക്കാണ്, വലിയൊരു പൈസ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല, അത്രയും ഒരു സൗകര്യമുള്ള പ്ലോട്ടിന്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പുഴ കേട്ടോ. പുഴ കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്ന് നേരെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. ഇതുണ്ടോ, ഇതാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള പ്ലോട്ട് എന്ന് പറയാൻ കാരണം വെച്ചാൽ സാധാരണ വീട് വെക്കാൻ ഫാം ആവശ്യങ്ങൾക്കൊക്കെ വെള്ളക്കാരൻ പ്രധാന വെല്ലുവിളി വരിക. അപ്പോൾ അവിടെ ആ ഒരു വിഷയം ഇതിനകത്ത് വരുന്നില്ല. ഇതുണ്ടോ, ഏത് സമയത്തും വെള്ളമുള്ള പ്ലോട്ട് കൂടിയാണ് കേട്ടോ. ആക്ഷൻ. ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ അതിര്. ഇതിപ്പോൾ പൊന്തി അവിടെ മൂടിയതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് പ്ലോട്ടിൻ്റെ അതിര്. ഇതാണ് നമ്മളെ റോഡ്, ടാർ ചെയ്ത കറുത്ത റോഡ്, അങ്ങനെ തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇനി ആവശ്യക്കാരാണ് നിങ്ങൾ ഉടനെ കോൺടാക്ട് ചെയ്യുന്നോളൂ. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഉടനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് വീട് സൗകര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി വീണ്ടും ആവർത്തിച്ച് പറയണേ, വീട് സൗകര്യം എല്ലാ സൗകര്യങ്ങളുള്ള ഈ പ്ലോട്ടിൽ പാർട്ടി ചോദിക്കുന്നത് സെൻറ്റിന് 28,000 രൂപ നെഗോഷ്യബിൾ ആണ്. അത്യാവശ്യം ഈ കാണുന്ന നീളം കണ്ടോ, ഒരു കോഴി ഫാമൊക്കെ ആണെങ്കിൽ ഒരു 4-5 പിന്നെ ഷെഡ് കെട്ടാം അല്ലേ. ഓപ്പോസിറ്റ് ഒന്ന് കാണിച്ചേ കുമാർജി, ഓപ്പോസിറ്റ് ഭാഗം, ഓപ്പോസിറ്റ് അങ്ങോട്ടുള്ള നീളം കാണിക്കും കേട്ടോ. അപ്പോൾ കോഴി ഫാമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫാം ആവശ്യങ്ങൾക്കൊക്കെ പറ്റും, എല്ലാറ്റിനും പറ്റണം. ഒന്ന് വൈഡാക്കി ക്യാമറ ഒന്നുകൂടി വൈഡാക്കി കാണിച്ചു കൊടുക്കും കേട്ടോ, വൈഡാക്കി കാണിച്ചു കൊടുക്കും. അപ്പോൾ അത്യാവശ്യം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ അതിനും പറ്റും കേട്ടോ. വിലയാണെങ്കിൽ വളരെ കുറവാണ്. പാർട്ടി ചോദിക്കുന്നത് സെൻറ്റിന് 28,000 രൂപയാണ്, നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരാണെങ്കിൽ ഉടനെ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 97 45 60 46 55. നമ്പർ ഒരിക്കൽ കൂടി 97 45 60 46 55. കുമാരിൻ്റെ നമ്പറോടും പറയും 90 48 25 65 കേട്ടോ. ഓക്കെ, ഒന്നുകൂടി 90 48 25 65 23.